Hi dear students, welcome to our channel PJ CBSE classes. ഇന്ന് പ്ലസ് ടുവിൽ ഒരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഓർക്കേണ്ടത് ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ കണ്ടക്ടറിന് ചുറ്റിനും എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. അന്നേരം അത് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത് വരുന്നതാണ് ഓർസ്റ്റഡ് എക്സ്പെരിമെന്റ്. ഹാൻ ക്രിസ്ത്യൻ ഏഴ്സ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ചാർജ് മൂവിങ് ആവുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. അവർ എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു എക്സ്പെരിമെന്റ് വഴിയാണ്. അതിനുവേണ്ടി നമ്മൾ എക്സ്പെരിമെന്റ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബാറ്ററി എടുക്കുന്നു. ബാറ്ററി ഇവിടെ കീ ക്ലോസ്ഡ് അല്ല. എ ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. ഇവിടെ എ ബി ഇസ് എ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ അടുത്ത് ഒരു മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, നമ്മള് ഇത് നോർത്ത് ആയിട്ട് എടുക്കുക, ഇത് സൗത്ത്. നോർത്തിന്റെ റൈറ്റ്, ഈസ്റ്റ്, ഓപ്പോസിറ്റ്, വെസ്റ്റ്. ഓക്കെ, ഇവിടെ കീ ക്ലോസ്ഡ് അല്ല. ബാറ്ററി ഉണ്ട്, പക്ഷെ കീ ക്ലോസ്ഡ് അല്ലാത്തത് കൊണ്ട് എയിൽ നിന്ന് ബിയിലോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. കറണ്ട് ഫ്ലോ ഉണ്ടാവാത്തത് കൊണ്ട് ഇവിടെ കോമ്പസ് നീഡില് ഫസ്റ്റ് ഏത് അവസ്ഥയിലാണോ അതിൽ തന്നെ നോർത്ത് ടു സൗത്ത് ആ ഡയറക്ഷനിൽ തന്നെ നിൽക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ബാറ്ററി നമ്മൾ കീ ക്ലോസ് ചെയ്യുന്നു. കീ ക്ലോസ് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് നെഗറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പോൾ കോമ്പസ് നീഡിൽ ഒരു ഡയറക്ഷനെ ഡിഫ്ലക്ട് ചെയ്യുന്നു. അത് ഏത് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു എന്നുള്ള റൂൾ ഉണ്ട്, സ്നോ റൂൾ ആണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ സെക്ഷനില് ഈ ബാറ്ററി പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. കീ ഈസ് ക്ലോസ്ഡ്, then electric current is flowing from P to Q. Electric current is flowing from P to Q. Electric current is flowing from P to Q. As a result, the compass needle deflected in one direction. Compass needle deflected in one direction. Compass needle deflected in one direction. ശ്രദ്ധിക്കുക, ഇനി തേർഡ് ഫിഗർ ആണ്. തേർഡ് ഫിഗറിൽ എന്താ മാറ്റം വന്നേ? തേർഡ് ഫിഗറിൽ എന്തെങ്കിലും മാറ്റം വന്നോ? തേർഡ് ഫിഗറിൽ എന്തെങ്കിലും മാറ്റം വന്നോ? എന്താണ് മാറ്റം വന്നത്? ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തു. കണ്ടോ? കാണുന്നില്ലേ? ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും അല്ലേ? വാട്ട് ഈസ് ദ റിസൾട്ട്? എന്തായിരിക്കും റിസൾട്ട്? എങ്ങോട്ടാണോ ഡിഫ്ലക്ട് ചെയ്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അന്നേരം ആ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ തേർഡ് എന്ന് എഴുതിയിട്ട് ഇത് വരയ്ക്കണം. തേർഡ് എന്ന് എഴുതിയിട്ട് ഫിഗർ സി വേഗം വരയ്ക്കുക. ഇത്
ഓക്കെ അല്ലേ? മനസ്സിലേ? കഴിഞ്ഞു സർ. ഓക്കെ, എഴുതുക. In figure C, the polarity of battery is reversed. In figure C, the polarity of the battery is reversed. Polarity of the battery is reversed. Polarity of the battery is reversed. So the direction of the current is also reversed. So the direction of the current is also reversed. So the direction of the current is also reversed. Direction of the current is also reversed. As a result, the compass needle deflected in opposite direction. The compass needle deflected in opposite direction. As a result, the compass needle deflected in opposite direction. ഇനി അതിന്റെ താഴെ എഴുതുക റീസൺ ഫോർ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ. റീസൺ ഫോർ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? റീസൺ ഫോർ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ ഒരു മാർക്കിന്റെ ഒരു തവണ ചോദിച്ചാണ് എക്സാമിന് കേട്ടോ. കോമ്പസ് നീഡിൽ എന്തുകൊണ്ട് ഡിഫ്ലക്ട് ചെയ്തെന്ന് ഒരു മാർക്കിന്റെ ചോദിച്ചാണ് എക്സാമിന്. അതുകൊണ്ട് അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ചോദ്യം വരുന്നതാണ് കേട്ടോ. ഓക്കെ, എഴുതുക റീസൺ ഫോർ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ. റീസൺ ഫോർ ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ. എഴുതായിട്ട് താഴെ the deflection in the compass needle is due to അടുത്ത അണ്ടർലൈൻ ചെയ്യണേ, is due to the interaction between magnetic fields of the magnetic fields FIELDS, magnetic fields of current carrying conductor and magnetic fields of current carrying conductor and compass needle. അതായത് കോമ്പസ് നീഡിലിന്റെ മാഗ്നറ്റിക് ഫീൽഡും കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നു. ആ ഇന്ററാക്ഷൻ കാരണമാണ് കോമ്പസ് നീഡിൽ എന്തുണ്ടായത്? ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിലേക്ക് പോകും. നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡിഫ്ലക്ട് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ആ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ എടുക്കാനായിട്ട് 2 റൂളാണുള്ളത്. നീ അതിന്റെ താഴേക്ക് എഴുതുക the direction of the magnetic field, the direction of the deflection in the compass needle, the direction of the deflection in the compass needle, the direction of the deflection
in the compass needle can be determined by the direction of the deflection in the compass needle. The direction of the deflection in the compass needle can be determined by using the following rules. Using the following rules. Following rules. ഏതൊക്കെയാണെന്ന് വായിച്ചേ. ഏതൊക്കെ റൂൾസ് ആണെന്നുള്ളത് നോക്കിയേ. 2 റൂൾസ് ആണുള്ളത്. ഒന്നാമത്തെ ഏതാണ്? സ്നോ റൂളും 2 ആംബിയർ സ്വിമ്മിംഗ് റൂൾ. ഈ 2 റൂളാണ് കോമ്പസ് നീഡിൽ ഏത് ഡയറക്ഷൻ, അതായത് കോമ്പസ് നീഡിലെ ഏത് ഡയറക്ഷനിൽ ഡിഫ്ലക്ട് ചെയ്യുന്നെന്ന് കാണിക്കാൻ വേണ്ടി 2 ഇമ്പോർട്ടന്റ് റൂൾസ് ആണ്. എഴുതുക 1, 2. 2 റൂൾസ് എഴുതുക. അതിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരാം. സ്നോ റൂൾ, ആംബിയർ സ്വിമ്മിംഗ് റൂൾ. ഓക്കെ, ഇനി നോക്കാം. ഒന്നൊന്ന് നമ്പർ ഇട്ട് ഹെഡിങ് എഴുതാം. ഒന്നാമത്തത് ഹെഡിങ് സ്നോ റൂൾ. ശ്രദ്ധിക്കുക, നമുക്കിവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞേ. എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് പോകുന്നു അല്ലെ. നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഡയറക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും കറണ്ട് പോകുന്നത്, ഫ്ലോ ചെയ്യുന്നത്? ആർക്ക് പറയാം? ഏത് പോയിന്റിൽ നിന്ന് ഏത് പോളിൽ നിന്ന് ഏത് പോളിലേക്കാണ് പോകുന്നത്? ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത്. പറഞ്ഞോ. സൗത്ത് ടു നോർത്ത് അല്ലേ? സൗത്ത് ടു നോർത്ത്. വെരി ഗുഡ്. സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇനി ഈ വയർ ഉണ്ടല്ലോ, ഈ വയറ് നമ്മള് ഈ കോമ്പസ് നീഡിലിന്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആണെങ്കിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ the north pole of the needle deflected towards west. ശ്രദ്ധിക്കുക ഒന്നുകൂടെ. The direction of the current is from south to north and the wire is placed over the compass needle. Then north pole of the needle deflected towards west. അതാണ് സ്നോ. Okay, west. The direction of the current from south to north and the wire is placed over the compass needle and the north pole of the needle deflected towards west. Okay, SNOW. Clear? ഇത് അത്ര ഇമ്പോർട്ടന്റ് ഉള്ളതല്ല കേട്ടോ. ഈ 2 റൂളും അത്ര ഇമ്പോർട്ടന്റ്, എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തിനാണ് ഈ റൂള് പഠിക്കുന്നത്? കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തിനാണെന്നുള്ളത് അറിയണം. അതിനുവേണ്ടി നമ്മൾ ഇത് പറഞ്ഞാണ്. എക്സാമിൽ ചോദിച്ചിട്ടില്ല ഇത്. എന്നാലും നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ബൈഹാർട്ടൊന്നും പഠിക്കണ്ട. അത് ബൈഹാർട്ട് പഠിക്കാനും ഇല്ല. എന്താണ്? The direction of the current is from south to north and the wire is placed over the compass needle. Then north pole of the needle deflected towards west. Okay, SNOW. അതാണ് സ്നോ റൂൾ. അതായത് സ്നോ റൂൾ എന്തിനാണ്? കോമ്പസ് നീഡിൽ ഒരു വയറിന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കോമ്പസ് നീഡിലിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് കണ്ടെത്താനുള്ള റൂളാണ് സ്നോ റൂൾ. If the direction of the current is from south to north
and the wire is placed over the compass needle. Over the O ആണ് അവിടെ വരുന്നത്. Over the compass needle. Then the north pole of the needle, കണ്ടോ north pole ആണ് കേട്ടോ. North pole of the needle deflected towards west. Okay. എഴുതുക, താഴെ എഴുതുക. It states that if the direction of if the current is flowing from if the current is flowing from സൗത്ത് എന്നുള്ള എസ് ക്യാപിറ്റൽ ആക്കിയതിന് ഇതാക്കുക, എന്താണ് തിക്ക് ആക്കുക. സൗത്ത് ടു നോർത്തിന്റെ എസും എന്നും ബോൾഡ് ആക്കുക. if the current is flowing from south to north, സൗത്തിന്റെ എസും നോർത്തിന്റെ എന്നും ബോൾഡ് ആക്കി എഴുതുക. അന്നേരം ആ സ്നോ എന്നുള്ളത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയാണ്, ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയാണ്. സൗത്ത് ടു നോർത്ത്, and the wire is held over o bold ആക്കുക, ക്യാപിറ്റൽ ആക്കി. and the wire is held over the compass needle. over the o bold ആക്കുക. over the compass needle, then the compass needle, then north small letter കൊടുത്താൽ കേട്ടോ. then north pole of the needle deflected towards west. w എന്നുള്ളത് ബോൾഡ് ആക്കുക. north pole of the needle deflected towards west. എഴുതിയോ? ഓക്കെ. ഇനി സെക്കൻഡ് ഇതുപോലെ വരയ്ക്കേണ്ട താഴെ. ഓക്കെ അല്ലേ? കഴിഞ്ഞില്ലേ? വായിക്കട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് ഏതാണ്? ഈ രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, എക്സാമിന് വരികരുത്. അടുത്ത രണ്ടെന്ന് എഴുതി ആംപിയേഴ്സ് സ്വിമ്മിംഗ് റൂൾ എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കുക. ഇനി ഒരാൾ നീന്തുന്നതായിട്ട് കരുതുക. ഒരാൾ ഇങ്ങനെ നീന്തുകയാണ്.
നീന്തുന്നത് നോർത്തിലേക്ക് നീന്തുന്നതായിട്ട് കരുതുക. എങ്ങോട്ട് നീന്തണം? സ്വിം ചെയ്യാം. നീന്താൻ അറിയില്ലേ? എനിക്ക് നീന്താൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ നീന്തുന്നതായിട്ട് കരുതുക. എങ്ങോട്ട് നീന്തുന്നതായിട്ട് കരുതുക? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് നീന്തുന്നതായിട്ട് കരുതുക. ഇനി ശ്രദ്ധിക്കുക, സ്നോ റൂളില് നേരെ തിരിച്ചാണെങ്കിൽ എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു പറയണം. ഇഫ് ഇറ്റ് ഈസ് റിവേഴ്സ്ഡ് എങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്നു? ഈസ്റ്റിലേക്ക് ഡിഫ്ലക്ട്. ആ വെസ്റ്റിൽ നിന്നല്ലേ, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇത് ചെയ്യുന്നു. അത് അതിന്റെ കൂടെ ഇല്ല, നമ്മളത് പറഞ്ഞതേ ഉള്ളത്. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മള് എങ്ങോട്ട് നീന്തുന്നതായിട്ട് കരുതുക? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് നീന്തുന്നതായിട്ട് കരുതുക. അങ്ങനെ ആകുമ്പോൾ കറണ്ട് ഏതുവഴി കയറി ഏതുവഴി ഇറങ്ങുന്നു? നമ്മുടെ കാലിൽ നിന്ന് കയറി തലയിലൂടെ കറണ്ട് പോകുന്നതായിട്ട് കരുതുക. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അന്നേരം നമ്മള് നോർത്തിലേക്ക് നീന്തുന്നുണ്ടെങ്കിൽ നോർത്ത് പോൾ ഓഫ് ദി നീഡില് ഏത് സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്യുന്ന പറയുമ്പോൾ നമ്മളുടെ ലെഫ്റ്റ് ഓർ റൈറ്റ് ഹാൻഡ് ഏതിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു? കോമ്പസ് നീഡിലിന്റെ നോർത്ത് ഏതിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും? ലെഫ്റ്റ് ഹാൻഡ് ഓർ റൈറ്റ് ഹാൻഡ്? ഏതായിരിക്കും? ഒന്നും കൂടി പറയോ? ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മള് എന്താണ് നീന്തുകയാണ്. എങ്ങോട്ട് നീന്തുന്നു? സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് നീന്തുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കറണ്ട് നമ്മുടെ കാലിന്റെ പാദത്തിലൂടെ കയറി ഇതുവഴി പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ട് കരുതോ? തലയിലൂടെ പുറത്തേക്ക്. അതായത് ആ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നതാണ്. ഓക്കെ, നമ്മൾ നീന്തുന്ന ഡയറക്ഷനിൽ, അതായത് നമ്മൾ നോർത്തിലേക്കാണ് നീന്തുന്നത്. നോർത്തിലേക്ക് നീന്തുകയും നമ്മളുടെ കാലിൽ നിന്ന് തലയിലൂടെ കറണ്ട് പോകുന്നതായിട്ട് നമ്മൾ കരുതുക. അങ്ങനാണെങ്കിൽ നമ്മൾ ആ കോമ്പസ് നീഡിലിന്റെ നോർത്തിന്റെ ഡിഫ്ലക്ഷൻ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ കാണിക്കുന്നത്? റൈറ്റ് ഹാൻഡ് അല്ലേ? റൈറ്റ് ഹാൻഡ് ആണോ ലെഫ്റ്റ് ഹാൻഡ് ആണോ? അതായത് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് പോവാണെങ്കിൽ ഏത് സൈഡിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? വെസ്റ്റിലേക്കല്ലേ? അങ്ങനെ ആവുമ്പോ നമ്മളുടെ റൈറ്റ് ഹാൻഡ് എങ്ങോട്ടായിരിക്കുന്നത്? ഈസ്റ്റ് അല്ലേ? അന്നേരം ലെഫ്റ്റ് ഹാൻഡ് ആണ് ഏതിന്റെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? നോർത്ത് പോള് ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കുക എല്ലാവരും. നോക്കാം, ഒരു മിനിറ്റ്. ഒന്ന് വായിച്ചു ഒരാള്. വായിക്കാൻ പറ്റിയല്ലേ? Ambient swimming rule. Imagine a man swimming along the wire in the direction of the flow of current with his face always turned towards the magnetic needle. Then the north pole of the needle will get deflected towards his left hand. Yes, അതാണ്. ആ സ്റ്റേറ്റ്മെന്റ് വേഗം എഴുതുക. ആ സ്റ്റേറ്റ്മെന്റ് വേഗം എഴുതാം.
ഓക്കെ, റെഡിയല്ലേ? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സർ. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മള് 2 റൂള് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? സ്നോ റൂളും എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഈ 2 റൂൾ എടുക്കുന്നത്? ഡയറക്ഷൻ കാണാൻ. ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പസ് നീഡിൽ എന്തുണ്ടാവുന്നു? ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ എടുക്കാൻ വേണ്ടി, ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ എടുക്കാൻ വേണ്ടിയാണ് എന്ത്? സ്നോ റൂളും ആംബിയർസ് സ്വിമ്മിംഗ് റൂളും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോട്ടോ. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ, അതായത് എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. നമുക്ക് ചാപ്റ്ററിന്റെ മെയിനിലേക്ക് നമ്മൾ കയറിയിട്ടില്ല ഇതുവരെ. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പിടികിട്ടുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ലോയിൽ പോയിട്ട് കുറച്ചുകൂടെ സ്പീഡ് ആക്കാന്ന് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് നമ്മൾ മാഗ്നറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാഗ്നറ്റ്സ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് മാഗ്നറ്റ്സ്? പെർമനന്റ് മാഗ്നറ്റും, ഇങ്ങനെ എഴുതുക, വേഗം എഴുതുക. മാഗ്നറ്റ്സ് എഴുതി ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡ്, ആർട്ടിഫിഷ്യൽ ഓർ മാൻമെയ്ഡ്, ഇങ്ങനെ സ്പ്ലിറ്റിംഗ് ആക്കി എഴുതി വേഗം. മാഗ്നറ്റ്സ് എന്ന് എഴുതി. പെർമനന്റ് മാഗ്നറ്റ്സും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും. ഓക്കെ, ഇങ്ങനെ 2 സ്പ്ലിറ്റിംഗ് ആക്കി വേഗം എഴുതുക കേട്ടോ. ഓക്കെ, ഇനി പെർമനന്റ് മാഗ്നറ്റ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിംഗ് ആണ്. ഓക്കെ, നാച്ചുറലി ഒക്കറിംഗ്, ഇറഗുലർ ഇൻ ഷേപ്പ് ആൻഡ് വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. ഈ 3 കാര്യങ്ങളാണുള്ളത്. പെർമനന്റ് മാഗ്നറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? നാച്ചുറലി ഒക്കറിംഗ്, പിന്നെ ഇറഗുലർ ഇൻ ഷേപ്പ്, റെഗുലർ ഷേപ്പ് ഇല്ല, ഇറഗുലർ ഇൻ ഷേപ്പ്, പിന്നെ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് വീക്ക് ആണ്. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആർട്ടിഫിഷ്യലിന്റെ. ആർട്ടിഫിഷ്യലിന്റെ പ്രത്യേകത എന്താ? നാച്ചുറലി ഒക്കറിംഗ് ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും? മാൻമെയ്ഡ്, പിന്നെ റെഗുലർ ഷേപ്പ് ഉണ്ടാവും. മാൻമെയ്ഡ് ആകുമ്പോൾ ഒരു റെഗുലർ ഷേപ്പ് ഉണ്ടാവും. റെഗുലർ ഷേപ്പ് ആൻഡ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് എഴുതുക വേഗം, അതിന്റെ താഴെ എഴുതുക. പെർമനന്റ് മാഗ്നറ്റിന്റെ അവിടെ എഴുതുക നാച്ചുറലി ഒക്കറിംഗ് വിത്ത് irregular in shape, naturally occurring with the irregular in shape and weak, W-E-A-K, weak magnetic field. Weak magnetic field. ഇവിടെ എഴുതുക, ആർട്ടിഫിഷ്യലിന്റെ ഇവിടെ എഴുതുക man-made magnets with regular in shape and regular in shape and strong magnetic field.
സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി അടുത്ത ഹെഡിങ് എഴുതാം, മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ഒരു സ്പേസിൽ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേസിൽ മാഗ്നറ്റ്സ് അല്ലെങ്കിൽ കറന്റ് ക്യാരിങ് എഫക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെ? ഇറ്റ് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ അറൌണ്ട് ദ സ്പേസ്. അറൌണ്ട് ദ സ്പേസില് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ അല്ലെ മാഗ്നറ്റ്സോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഇനി മറക്കരുത് നിങ്ങള്, മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി മറക്കാൻ പാടില്ല. SI യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വായിച്ച ഒരാള്? ടെസ്ല. ഇനി മറക്കരുത് നിങ്ങളത്. SI യൂണിറ്റ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞ ടെസ്ലയാണ്. ഇനി CGS സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? CGS സിസ്റ്റം, ഇത് SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. SI സിസ്റ്റത്തിലെ യൂണിറ്റ് ടെസ്ലയും. CGS സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടോ? സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. പ്ലസ് 1 നിങ്ങൾ പഠിച്ചതാണ്, എന്റെ ഓർമ്മയാണ്. ഓക്കെ, CGS സിസ്റ്റം അല്ലേ? CGS സിസ്റ്റത്തിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇനി മറക്കരുത്. എന്താണ്? ഗോസ്. എന്താണ്? ഗോസ് ആണ്. CGS സിസ്റ്റത്തില് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗോസ് ആണ്. അത് ക്യാപിറ്റൽ G എന്നാണ് കൊടുക്കുന്നത്. ഒരു 1 ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ ടെസ്ലയാണ്. പ്രോബ്ലം ഒക്കെ ചെയ്യാൻ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണിത്. നമ്മൾ എന്താണ് പറഞ്ഞത്? മാഗ്നറ്റിക് ഫീൽഡ് എന്താന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഈസ് ദ സ്പേസ് അറൌണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഓർ മാഗ്നറ്റ്സ്. ഇറ്റ്സ് മാഗ്നറ്റിക് എഫക്ട്സ് ആർ എക്സ്പീരിയൻസ്ഡ്, അല്ലെ? ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിനോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിനോ അതിന് ചുറ്റിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് എഫക്ട്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അത് SI യൂണിറ്റ് ആണ്, ടെസ്ല. T നമ്മൾ കൊടുക്കുന്നത്. CGS സിസ്റ്റത്തില് മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ഗോസ് ആണ്. നമ്മൾ ക്യാപിറ്റൽ G ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു ഗോസ് എന്ന് പറയുന്നത് 10⁻⁻⁴ ടെസ്ലയാണ്. ഇനി ഒന്നുകൂടെ പറയണോ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ പറയണോ? എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്, അതിന്റെ യൂണിറ്റ്? അത്ര കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇനി ഒന്നുകൂടെ പറയണോ? ക്ലിയർ അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് എഫക്ട്സ് എക്സ്പീരിയൻസ് ചെയ്യാം. ആര്? കറന്റ് ക്യാരിങ് കണ്ടക്ടർ അല്ലെങ്കിൽ മാഗ്നറ്റ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു എഫക്ട്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അത് T നമ്മൾ കൊടുക്കുന്നത്. CGS സിസ്റ്റത്തിലാണെങ്കിൽ അത് ഗോസ് ആണ്. ഒരു ഗോസ് എന്ന് പറഞ്ഞാൽ 10⁻⁻⁴ ടെസ്ലയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എഴുതു, വേഗം എഴുതു, വേഗം. The space around a heading എഴുതിയില്ലേ? മാഗ്നറ്റിക് ഫീൽഡ്. The space around a current carrying conductor. The space around a current carrying conductor or magnets. The space around a current carrying conductor or magnets. The space around a current carrying conductor or magnets. Magnets where magnetic effects can be experienced. Magnetic effects can be experienced. The space around a current carrying conductor or magnets where magnetic effects can be experienced. It is a vector quantity. It is a vector quantity. Its SI unit is
its SI unit is Tesla. നോക്കി എഴുതണം, തെറ്റിക്കാതെ. Its SI unit is Tesla. Its SI unit is Tesla. In CGS system, unit of magnetic field is Gauss, capital G കൊടുക്കുക. Gauss, capital G കൊടുക്കുക. എന്നിട്ട് ഇതൊരു ബോക്സിനകത്ത് എഴുതുക. 1 Gauss is equal to 10⁻⁻⁴ Tesla. One Gauss is equal to 10⁻⁴ Tesla. One Gauss is equal to 10⁻⁴ Tesla. ഇനി എന്റെ താഴെ എഴുതാം. ക്ലിയർ അല്ലേ? വായിക്കട്ടെ. മാഗ്നറ്റിക് ഫീൽഡും 2 കാറ്റഗറി ഉണ്ട് കേട്ടോ. നോക്കൂടെ. മാഗ്നറ്റിക് ഫീൽഡ് 2 കാറ്റഗറി ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. 2 തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. വേഗം എഴുതുക. മാഗ്നറ്റിക് ഫീൽഡ് 2 സ്പ്ലിറ്റിംഗ് കൊടുക്കുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെഫിനേഷൻ എന്താ? ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് എവരിവെയർ സെയിം. അല്ലെ? എല്ലായിടത്തും സ്ട്രെങ്ത് ഒരേ ലൈൻ ഉണ്ടോ? ഇതാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഏത് പോയിന്റ് എടുത്താലും സ്ട്രെങ്ത് സെയിം. ഇവിടെ നോക്കി, ഇത് P, ഇത് Q. അന്നേരം ഇത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അതിന്റെ പ്രത്യേകത എന്താ? Pയിലുള്ള മാഗ്നറ്റിക് ഫീൽഡും Qയിലുള്ള മാഗ്നറ്റിക് ഫീൽഡും ഒരുപോലാണ്. കണ്ടോ? ഇനി ഇവിടെ നോക്കി, ഇവിടെ ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടെ ക്രൗഡ് ആയിട്ട് നിൽക്കുന്ന എവിടാണ്? 2 പോയിന്റ് ഉണ്ട്, P യും Q ഉണ്ട്. കുറച്ച് ക്രൗഡ് ആയിട്ടാ, കുറച്ച് അടുത്ത് നിൽക്കുന്ന എവിടാണ്? കുറച്ച് അടുത്ത് നിൽക്കുന്നത് Pയിലാണോ Qയിലാണോ കുറച്ച് അടുത്ത് നിൽക്കുന്നത്? ഫീൽഡ് ലൈൻസ് P. അങ്ങനെയാണെങ്കിൽ സ്ട്രെങ്ത് കൂടുതൽ എവിടെ ആയിരിക്കും? Pയിലല്ല സ്ട്രെങ്ത് കൂടുതൽ. അന്നേരം BP ഗ്രേറ്റർ ദാൻ BQ എന്ന് എഴുതാം. The closeness of the field line indicates its strength. അതാണ് അതിന്റെ പ്രത്യേകത. If the field lines are more closer, the magnetic field strength is more. അതായത് ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ സ്ട്രെങ്ത് കൂടുതലാണ്. ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ എവിടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ? അതിന്റെ പോർട്സ് നോർത്ത് സൗത്തില് സ്ട്രെങ്ത് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടെ ക്ലോസ് ആയിരിക്കും, വളരെ അടുത്താണ് ഇരിക്കുന്നത്. അന്നേരം ഫീൽഡ് ലൈൻസ് അടുക്കുന്നതിനനുസരിച്ച് സ്ട്രെങ്ത് കൂടുന്നു. അതാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അന്നേരം 2 തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡും ആണ്. ഇനി അവിടെ ഇതിന്റെ താഴെ എഴുതുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ താഴെ എഴുതുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ താഴെ എഴുതുക. The magnetic field is said to be uniform. The magnetic field is said to be uniform. The magnetic field is said to be uniform if its magnitude and direction are same at every point in space.
if its magnitude and direction are same at every point in space. If its magnitude and direction are same at every point in space. ഇത് വരയ്ക്കുക, ഇത് വരയ്ക്കുക, ഇത് വരയ്ക്കുക. എന്നിട്ട് ബി പി ഈക്വൽ ടു ബി എന്ന് എഴുതുക. കഴിഞ്ഞില്ലേ? ഇനി അതിന്റെ താഴെ ഇത് അതിന്റെ ഇപ്പുറത്ത് എഴുതുക, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ അവിടെ എഴുതുക. The magnetic field is said to be non-uniform the magnetic field is said to be non-uniform if its magnitude and direction are different at every point in space. If its magnitude and direction are different at every point in space. ഇത് വരയ്ക്കുക വേഗം ഇതിന്റെ താഴെ. കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 4 എക്സ്ട്രാ പോയിന്റ്സ് കൂടെ അതിന് താഴെ എഴുതുന്നുണ്ട്. നമ്മൾ അത് 2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാണ്? The closeness of the field line indicates its dash. The closeness of the magnetic field indicates its strength. Okay, if the field lines are more closer, the strength of the magnetic field is more. More. ഈ 2 പോയിന്റ് എഴുതുക. സ്റ്റാർ ഇട്ടിട്ട് എഴുതേണ്ടതാണ്. ഇങ്ങനെ സ്റ്റാർ ഇട്ടിട്ട് എഴുതുക. The closeness of the field line, the closeness of the field line indicates its strength. The closeness of the field line indicates its strength. എന്നിട്ട് അടുത്ത പോയിന്റ് ഒക്കെ എഴുതുക. If the field lines are more closer, if the field lines are more closer, the strength of the magnetic field is more. The strength of the magnetic field is more. Strength of the magnetic field is more. കഴിഞ്ഞോ? ഇനി നിങ്ങൾക്ക് എക്സാമിന് സാധാരണ ഈ എൻട്രൻസ് എക്സാമിനൊക്കെ ഇത് ഇങ്ങനെ കാണിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം മീൻ ചെയ്യുന്നതെന്ന് അറിയാമോ? കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ക്രോസ് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നർത്ഥം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വെർട്ടിക്കലി ഇൻടു ദ പേജ് ആണ്. ഓക്കെ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോർഡിന് വെർട്ടിക്കലി ഇൻടു ദ പേജ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്നർത്ഥം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ
ക്രോസ് മാർക്ക് ഇൻഡിക്കേറ്റ്സ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി ഇൻടു ദ പേജ്, ഇൻടു ദ പേജ് എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ബുക്കിനുള്ളിലൂടെ വെർട്ടിക്കലി ഇൻടു ദ പേജ്, അതാണ് ക്രോസ് മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇങ്ങനെ കാണിക്കാറുണ്ട്, കണ്ടോ? ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നെയാണ്. ഒരു വട്ടം ഇട്ടിട്ട് അതിനകത്ത് ഒരു കുത്തു കൊടുക്കുക, കണ്ടോ? ഇതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. എന്താണ്? the direction of the magnetic field is vertically out of the page എന്നാണ്. ഓക്കെ, അത് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇങ്ങനെ ക്രോസ് മാർക്ക് ഇങ്ങനെ കൊടുക്കും. അത് നിങ്ങൾ അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആക്കി എഴുതിയാൽ മതി. മൂന്നാമത്തെ പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി, ചെറുതായിട്ട്, കണ്ടോ? എഴുതാം. This indicates the direction of the magnetic field, vertically into the page. Vertically, അത് അണ്ടർലൈൻ ചെയ്യണേ. Vertically into the page. Vertically into the page. Into INTO. Vertically into the page. ഇനി അടുത്ത പോയിന്റ് എഴുതുക. ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് അതിന് കുത്തു കൊടുക്കുക. Means that, അടുത്ത നാലാമത്തെ പോയിന്റ്, means that the direction of the magnetic field vertically out of the page. Vertically out of the page. Vertically out of the page. Okay. ഇനി നമ്മൾ ഒരു കാര്യം എഴുതാൻ വിട്ടുപോയതാണ്, അത് ശ്രദ്ധിക്കുക. ഹെഡിങ് എഴുതുക, കൺക്ലൂഷൻസ് ഓഫ് ആർസ്റ്റഡ് എക്സ്പെരിമെന്റ്. അത് നമ്മൾ എഴുതിയില്ല, അത് അവിടെ ആദ്യം എഴുതേണ്ടിയിരിക്കണം. കൺക്ലൂഷൻസ് ഓഫ് ആർസ്റ്റഡ്സ് എക്സ്പെരിമെന്റ്. Conclusions of Arsted's experiment. നമ്മൾ കൺക്ലൂഷൻ സിമ്പിൾ ആയിട്ട് പറയുന്നേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും എന്തുണ്ടാവുന്നു? അതാണ് ആർസ്റ്റഡ് എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് കൺക്ലൂഷൻ. വാട്ട്സ് ദ ഫസ്റ്റ് കൺക്ലൂഷൻ? കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് അറൗണ്ട് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഒന്നാമത്തെ കൺക്ലൂഷൻ. ഒന്നാമത്തത്. രണ്ടാമത്തത്, if large amount of current is flowing through the conductor, what is the strength of the magnetic field? If the large amount of current is flowing through the conductor, what is the effect of the magnetic field? Large or small? Large. അന്നേരം ഒന്നാമത്തെ പോയിന്റ് എന്താണ് പറഞ്ഞത്? കറന്റ് ക്യാരിങ് കണ്ടക്ടറും ചുറ്റിനും എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. പിന്നെ രണ്ടാമത്തെ, ലാർജ് എമൗണ്ട് കറന്റ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ആൻഡ് വൈസ് വേഴ്സ. വൈസ് വേഴ്സ എന്ന് പറയും നമ്മള്. വൈസ് വേഴ്സ എന്ന് പറഞ്ഞ എന്താ? കുറവാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കുറവ്, അത് വൈസ് വേഴ്സ എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് കാണിച്ചിരിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇതൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണ്. ഇതിന് ചുറ്റിനും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ്. അത് നമുക്ക് പിന്നീട് വരും, ഞാൻ അത് ഒന്നുകൂടെ പറയുന്നതാണ്. നമുക്ക് പിന്നീട് അതിന്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അന്നേരം ഇതേതാണ്? ഇതെന്ത്? തമ്പ് എന്തിനെ കാണിക്കുന്നു? കറണ്ടിനെ കാണിക്കുന്നു.
ഈ കാണിക്കുന്നു മാഗ്നറ്റിക് ഫീൽഡ്. 10ാം ക്ലാസ് നിങ്ങൾ പഠിച്ചല്ലേ? ഓക്കെ. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇത് മുകളിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. കണ്ടോ? ഇതുപോലെ കണ്ടോ? എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കണ്ടോ? കണ്ടോ എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ്. കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർക്കിൾസ് വിത്ത് എ കോമൺ സെന്റർ. കോമൺ സെന്റർ. അന്നേരം ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? കോൺസെൻട്രിക് സർക്കിൾസുമാണ്. പിന്നെ അത് ഈ കണ്ടക്ടറിന് റൈറ്റ് ആംഗിൾസിലുമാണ്. കോൺസെൻട്രിക് സർക്കിൾസുമാണ്, കണ്ടക്ടറിന് റൈറ്റ് ആംഗിൾസുമാണ്. ഇതാണ് ഈ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ. വേഗം എഴുതുക കൺക്ലൂഷൻ. വേഗം. ഇത് ചോദിക്കില്ല, നമ്മൾ അങ്ങ് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. വേഗം എഴുതുക കൺക്ലൂഷൻസ്. ഒന്ന് കറന്റ് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസസ് magnetic field around it. Current carrying conductor produces magnetic field around it. Current carrying conductor produces magnetic field around it. Current carrying conductor produces magnetic field around it. രണ്ടാമത്തെ പോയിന്റ്, larger amount of the current in the conductor, larger amount of the current in the conductor, larger amount of the current in the conductor stronger is the magnetic field. Stronger is the magnetic field. Stronger is the magnetic field and vice versa. 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 അടുത്ത മൂന്നാമത്തെ പോയിന്റ്, the magnetic field produced by the current carrying conductor, the magnetic field produced by the current carrying straight conductor, the magnetic field produced by the current carrying straight conductor, the magnetic field produced by the current carrying straight conductor as concentric circles and right angles to it. Right angles to it. ഇത് വരച്ചേ, സൈഡിലേക്ക് വരച്ചാൽ മതി. Concentric circles and right angles to it. Concentric circles and right angles to it. Right angles to it. വേഗം വരയ്ക്കാം. ഓക്കെ, ഇനിയാണ് നമ്മളുടെ ശരിക്കും കഥയിലേക്ക് കടക്കുന്നത്. ഓക്കെ, ഇതുവരെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞേ? ഇൻട്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിക്കുമുള്ള കഥ ഇനിയാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇതുവരെ ആ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ ക്ലിയർ എന്താണ് നേരെ പോകുന്നത് എവിടാണ്? ബേസ് ആയിട്ടുള്ള കാര്യം. ഹെഡിങ് എഴുതുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് വൺ.
വെരി ഇമ്പോർട്ടന്റ് ആണ്, എഴുതുക വേഗം. ബയറ്റ്-സവാർട്സ് ലോ. ഓക്കെ, അതിലേക്ക് പോട്ടെ, ലോയിലേക്ക് പോട്ടെ. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതെന്താണ് കാണിച്ചിരിക്കുന്നത് അറിയാമോ? ഇത് XY എന്നുള്ള ഒരു കണ്ടക്ടറാണ്. XY ഇസ് എ കണ്ടക്ടർ. ശ്രദ്ധിച്ചിരിക്കണേ, നമ്മൾ പറയുന്നത് മാത്രം കേട്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. XY എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. ഈ XY എന്നുള്ള കണ്ടക്ടറിലൂടെ I ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഞാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒന്ന്, XY ഇസ് എ കണ്ടക്ടർ. രണ്ടാമത് പറഞ്ഞു, ആ കണ്ടക്ടറിലൂടെ I ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, I ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത? ഇതിന് ചുറ്റിനും എന്തുണ്ടാവും? പറഞ്ഞു, ഇതിന് ചുറ്റിനും എന്തുണ്ടാവുന്നു? മാഗ്നറ്റിക് ഫീൽഡ്. അതിന് ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ലോ ആണ് ബയറ്റ്-സവാർട്സ് ലോ. ഓക്കെ, അതായത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റിനും എത്ര മാത്രം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ലോ ആണ് ബയറ്റ്-സവാർട്സ് ലോ. ഒരു മാർക്കിന്റെ ചോദിക്കുന്നതാണ്. ഏതാണ്? വിച്ച് ലോ ഗവേൺസ് ടു, അല്ലെങ്കിൽ ഫൈൻഡ് ടു, അല്ലെങ്കിൽ ഡിറ്റർമിൻ ടു ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കണ്ടക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ എന്ത് പറഞ്ഞാൽ മതി? ബയറ്റ്-സവാർട്സ് ലോ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അന്നേരം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. XY is a conductor and I ampere current is flowing through it. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ കണ്ടക്ടറിലെ ചെറിയൊരു സെക്ഷൻ കൺസിഡർ ചെയ്യുന്നു. ആ സെക്ഷനാണ് AB. അന്നേരം നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അല്ലേ? എന്തൊക്കെയായിരുന്നു? ഒന്നാമത് പറഞ്ഞ എന്താ? മൂന്ന് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞേ? XY is a conductor. ഓക്കെ, XY is a conductor. കട്ടായോ? കട്ടായിട്ടില്ലല്ലോ? XY is a conductor. ഒന്നാമത്തെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞേ? ആ കണ്ടക്ടറിലൂടെ I ആംപിയർ കറന്റ് ഫ്ലോ ചെയ്യുന്നു. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? ആ കണ്ടക്ടറിനുള്ളിലെ ചെറിയൊരു സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു. ഏതാണ് സെക്ഷൻ? AB. ആ ABയുടെ ലെങ്ത് എന്ന് പറയുന്നത് DL ആണ്. ആ AB എന്ന് പറയുന്ന സെക്ഷന്റെ ലെങ്ത് DL ആണ്. ശ്രദ്ധിക്കുക, എന്തൊക്കെ പറഞ്ഞേ? XY is a conductor and I ampere current is flowing through it. Consider a small section AB of the conductor of length DL. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്നോട് പറയണോ? ഓക്കെ, ഇനി നമുക്ക് ആ AB എന്നുള്ള സെക്ഷന്റെ സെന്റർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആ സെന്റർ എന്ന് പറയുന്നത് ഏതാണ്? സെന്റർ എന്ന് പറയുന്നത് ഏതാണ്? O ആണ്. ഓക്കെ, ഇനി നമ്മള് ഇതിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. കാണാൻ പറ്റുന്നില്ലേ? ആ റേഞ്ച് അവിടേക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആ പോയിന്റ് നമ്മൾ P എന്ന് കൊടുത്തിരിക്കുന്നു. ഇനി സെൻട്രൽ നിന്ന് ആ പോയിന്റ് വരെ R ഡിസ്റ്റൻസ് അകലെയാണ്. കണ്ടോ? ശ്രദ്ധിച്ചേ, XY is a conductor of I ampere current is flowing through it. Let's consider a small section AB of the conductor of length DL and its center is O. Let P be a point at a distance R from O. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. XY is a conductor of I ampere current is flowing through it. Let it be considered a small section of the conductor AB of length DL and its center O. Let P be a point at a distance R from O. Clear? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ XY എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? XY കണ്ടക്ടറിലൂടെ എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ട് കാരണം
പിയിൽ എന്തുണ്ടാവും? Magnetic എന്ന് പറയുന്ന field. കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പിയിൽ എന്തുണ്ടാവും? Magnetic field. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. നമ്മൾ എ ബി എന്ന് പറയുന്ന സ്മോൾ സെക്ഷൻ മാത്രമാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാം ഈസിയായെന്ന് അർത്ഥം. ഈ ഒരു സെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾ ബൈഹേർട്ട് ചെയ്യേണ്ട, പഠിക്കേണ്ട, അങ്ങ് തലകുത്തി മറിയണ്ട. ആ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അതാണ് പ്രത്യേകത. ഈ ചാപ്റ്റർ ഫുള്ളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടേ വിടുകയുള്ളൂ. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. ചാപ്റ്ററിലെ ഒരു 2009 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്ററിലോട്ട് പോകുള്ളൂ. അതിന്റെ ആൻസർ ഒക്കെ ഞാനല്ല പറയുന്നത്, നിങ്ങളെ കൊണ്ട് ഞാൻ പറയും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇനി പി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏത് കാരണം? എക്സ് വൈയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഏതാണ്? ചെറിയൊരു സെക്ഷൻ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഏത്? എ ബി എന്ന് പറയുന്നത്. ഇത് എ ബി എന്ന് പറയുന്ന സെക്ഷനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷനിലൂടെ ഇപ്പൊ നമുക്ക് മൊത്തം മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എടുക്കുന്നില്ല. ഓക്കെ, എ ബി എന്ന് പറയുന്ന സെക്ഷനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ സെക്ഷനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമുക്ക് എൻറ്റയർ കണ്ടക്ടർ നമ്മൾ എടുക്കുന്നില്ല. We consider only the small section of this conductor and current is flowing through this small section only. Then the magnetic field produced at P can be taken as dB. നമ്മൾ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ മൊത്തം കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ കണ്ടക്ടർ എടുത്തിരിക്കുന്ന ഏത് മാത്രമേ ഉള്ളൂ? നമ്മൾ ഏത് കണ്ടക്ടർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ? സ്മോൾ സെക്ഷൻ എ ബി എന്ന് പറയുന്ന സ്മോൾ സെക്ഷൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ എ ബി എന്ന് പറയുന്ന സ്മോൾ സെക്ഷനില് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടല്ലോ. എ ബി ഇപ്പം നമുക്ക് എക്സ് വൈ എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ എക്സ് വൈ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന സെക്ഷൻ തന്നെയാണ് എ ബി എന്ന് പറയുന്നത്. ആ എ ബി എന്ന് പറയുന്ന സെക്ഷനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് വളരെ ചെറുതാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് നമ്മൾ ഡി ബി എന്ന് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. അതായത് ആ തീറ്റ എന്ന് പറയുന്നത് ഡി എൽ, അതായത് കറന്റ് ക്യാരിങ് ഡി എല്ലും ആറിന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ കറന്റ് ക്യാരിങ് ഡി എൽ, ഐഡിയൽ എന്ന് പറഞ്ഞാൽ മതി. ഐഡിയൽ ആൻഡ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അതാണ്. കാരണം കറന്റ് ക്യാരിങ് ഡി എൽ ആവുമ്പോഴേ അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആവുന്നുള്ളൂ. അങ്ങനെ ആവുമ്പോൾ അതും ആറും തമ്മിലുള്ള ആംഗിൾ ആണ് നമ്മൾ തീറ്റ എടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ എ ബി എന്ന് പറയുന്ന സെക്ഷനിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ദി കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സെക്ഷൻ എ ബി. എ ബി എന്ന് പറയുന്ന സെക്ഷനിലൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ അത് അനുസരിച്ച് പിയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നു. അതിന്റെ അർത്ഥം എന്താ? ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. ഇനി ഡി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി സ്മോൾ എലമെന്റ്. നമ്മൾ സ്മോൾ എലമെന്റ് ഇച്ചിരി കൂട്ടുകയാണെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഓക്കെ, ഡി ബി ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡി ബി സ്മോൾ എലമെന്റ് ഡി എല്ലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ്, സൈൻ ഓഫ് ആംഗിൾ തീറ്റ. ആൻഡ് ഡി ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഉണ്ടോ? അതായത് ഡി ബി എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്? ഡി ബി എന്ന് പറയുന്നത് പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഏത് കാരണം? ദ ലെങ്ത് ഓഫ് ദി സ്മോൾ എലമെന്റ്. ഈ സ്മോൾ എലമെന്റ് എന്നുള്ള ലെങ്ത് കാരണം പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത്? ഡി ബി. ആ ഡി ബി എന്ന് പറയുന്നത് നമുക്ക് കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബി directly proportional to IDL sin theta by r square എന്ന് എഴുതാം.
ഓക്കെ, അതിൽ ആ ഡി ബി എന്താണെന്ന് പറഞ്ഞത് അത് മറക്കരുത് ഇനിയും. ആ ഡി ബി എന്ന് പറയുന്നത് എന്താണ്? ഡി ബി എന്ന് പറയുന്നത് എന്താണ്? ഡി ബി എന്ന് പറയുന്നത് പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഏത് കാരണം? ഈ സ്മോൾ എലമെന്റ് ഏതാണ്? എ ബി എന്ന് പറയുന്ന സ്മോൾ എലമെന്റിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ആ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡി ബി എന്ന് പറയുന്നത്. ആ ഡി ബി എന്ന് പറയുന്നത് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനലാ? ഐക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനലാ. പിന്നെ ഏതിന് പ്രൊപ്പോർഷനലാ? ഡി എല്ലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനലാ. പിന്നെ ഏതിന് പ്രൊപ്പോർഷനലാ? സൈൻ തീറ്റയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനലാണ്. ആർ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതുന്നതാണ് ഡി ബി പ്രൊപ്പോർഷണൽ ടു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഈ ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ ഫാക്ടർ ആണ് പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഏത് കാരണം? എ ബി എന്ന് പറയുന്ന സ്മോൾ സെക്ഷൻ കാരണം പിയിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ കൂളംസ് ലോ പഠിച്ചല്ലേ? ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് ഡി ബി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. ഡി ബി എന്ന് പറഞ്ഞ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് ഈക്വൽ സൈൻ ആക്കി കെ കൊടുത്തു. കെ ഇൻറ്റു ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ. ഓക്കെ, നിങ്ങൾ കൂളംസ് ലോ പഠിച്ചല്ലേ? കൂളംസ് ലോയിൽ എഫ് എന്ന് പറയുന്നത് പറഞ്ഞേ, ഒരാൾ പറഞ്ഞേ. കൂളംസ് ലോയില് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞു വേഗം. എഫ് എന്ന് പറയുന്നത് രണ്ട് ചാർജ് തമ്മില് ഉണ്ടാവുന്ന ഫോഴ്സ് Q1 Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജ് തമ്മിൽ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞേ. F is equal to K into Q1 Q2 by R square. R square. അല്ലേ? അവിടെ K എന്ന് പറയുന്നത് എന്തായിരുന്നു? 1/4 pi epsilon 0. Very good, very good. 1/4 pi epsilon 0. കേട്ടിട്ടുണ്ടോ? 1/4 pi epsilon 0 എന്ന് കേട്ടിട്ടില്ലേ? അത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് എപ്സിലോൺ 0 എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യം പറഞ്ഞാലും എന്തേ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ? എപ്സിലോൺ 0 എന്ന് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ആടാണെങ്കിൽ അതിന്റെ കുഞ്ഞ് എന്തായിരിക്കും? ഒരാടാണെങ്കിൽ അതിന്റെ കുഞ്ഞ് എന്തായിരിക്കും? ആട്ടിൻ കുഞ്ഞല്ലേ? ആണല്ലോ, സംശയമില്ലല്ലോ. ഒരു മനുഷ്യനാണെങ്കിൽ അതിന്റെ കുഞ്ഞെന്താ? മനുഷ്യന്റെ കുഞ്ഞല്ലേ ഉണ്ടാവുന്നുള്ളൂ. അതൊരു ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. നമുക്ക് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യം പറഞ്ഞാലും കോൺസ്റ്റന്റ് നമ്മൾ എന്താ പറയാവൂ? എപ്സിലോൺ 0. അതാണ് 1/4 pi എപ്സിലോൺ 0 എന്ന് അവിടെ കൊടുക്കുന്നത്. ക്ലിയർ? ക്ലിയർ? ഇനി അത് മാഗ്നറ്റിക് ഫീൽഡ്. ഞാൻ പറഞ്ഞു, ആടിന്റെ കുഞ്ഞാണെങ്കിൽ അതിനെ ആട്ടിൻ കുഞ്ഞെന്ന് നമ്മൾ പറയും അല്ലേ? മനുഷ്യന്റെ കുഞ്ഞാണെങ്കിൽ അത് മനുഷ്യ കുഞ്ഞ്. അങ്ങനെ ആകുമ്പോ നമുക്ക് ഇവിടെ വരുമ്പോൾ 1/ε0 സ്ഥാനത്ത് അതിന് പകരമായിട്ട് നമുക്ക് കരുതുന്നതാണ് μ0 എന്ന് വരും. 1/ε0 സ്ഥാനത്ത് അതിനെ പകരക്കാരനാണ്. 1/ε0 പകരക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മ്യൂ. മ്യാവു. മനസ്സിലായോ? മ്യാവു. പൂച്ച കരയുന്ന എങ്ങനെയാ? മ്യൂ. മ്യാവു. മനസ്സിലായോ? മ്യൂ. μ0. നമുക്ക് എപ്സിലോൺ 0ക്ക് ഒരു പേരുണ്ട്. എപ്സിലോൺ 0യുടെ പേരാണ് എന്താ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. കേട്ടിട്ടുണ്ടോ അവിടെ? ഇനി ആ സ്ഥാനത്ത് μ0 വന്നാൽ അതിന്റെ പേരാണ് പെർമിയബിലിറ്റി. എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി ശ്രദ്ധിക്കുക, 1/ε0ക്ക് പകരം എന്ത് വരും ഇവിടെ? 1/ε0ക്ക് പകരം എന്ത് വരും? μ0 വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ മാറ്റുക. ഞാൻ ഇത് മായ്ക്കുക കേട്ടോ, മായ്ക്കുക. ഇവിടുത്തെ K എന്തായിരിക്കും ഒന്ന് പറയാമോ? dB equal to ഇവിടുത്തെ K എന്താ? 1/4 pi. 1/4 pi. ആടിന്റെ കുഞ്ഞെന്താ?
ആടിന്റെ കുഞ്ഞെന്താ? ആട്. ആയോ? ഇപ്പൊ നമ്മൾ ആടിൻ കുഞ്ഞല്ല പഠിക്കുന്നത്, മനുഷ്യ കുഞ്ഞാണ് പഠിക്കുന്നത്. അങ്ങനെ ആവുമ്പോ എന്ത് വരും? പറ. 4 pi 1 by epsilon പറഞ്ഞു. 1 by mu 0. സ്ഥാനത്ത് എന്തായി? mu 0. അങ്ങനെ ആവുമ്പോ ഇവിടെ mu 0. mu 0 by 4 pi. വെരി ഗുഡ്. ആ 4 pi വ്യത്യാസം വരുന്നില്ല. mu 0 by 4 pi കണ്ടോ? അങ്ങനെ ആവുമ്പോ ഇവിടെ dB എന്താണ്? dB is equal to mu 0 by 4 pi. Ideal sin theta by r. sin theta by ഇത്രേ ഉള്ളൂ സംഭവം. കഴിഞ്ഞു പരിപാടി. കണ്ടോ? നമ്മൾ എന്താ പറഞ്ഞേ? xy is a conductor. കേൾക്കുന്നുണ്ടോ? xy is a conductor of I ampere current is flowing through it. Okay, let's consider a small section of this conductor AB of length dl and its center O. Let P be a point at a distance r from the center of the conductor O, a center of small element O. Theta is the angle between IDL and R. DL മാത്രം വെക്ടർ ആകില്ല, IDL ആകുമ്പോഴാണ് വെക്ടർ ക്വാണ്ടിറ്റി ആവുന്നത്. അന്നേരം IDL and R. Then the small magnetic field produced at P due to small element ഏതാ? AB. ശ്രദ്ധിക്കുക, small magnetic field produced at P due to the small element AB. Current flowing through the small element AB is directly proportional to intensity of the current I. dB proportional to I, dB proportional to dl, dB proportional to sin theta, and dB proportional to 1 by dB r square. 1 by R square. R square. By combining these, we get dB proportional to Ideal sin theta by r square. ഇനി dB equal to ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റി നമ്മൾ എന്തായി? ഈക്വൽ സൈൻ ആയി. dB equal to ഇവിടെ k എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ആവുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റന്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആവുമ്പോൾ നമ്മൾ എന്താ കോൺസ്റ്റന്റ് കൊടുത്തേ? 1 by 4 pi epsilon 0 എന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേം ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനാൽ അവിടെ എപ്സിലോൺ 0 എന്ന് പറഞ്ഞ ടേം അല്ല വരുന്നത്. അതിന് പകരം 1 by epsilon 0 എവിടെ വരുന്നുണ്ടോ ആ സ്ഥാനത്തെല്ലാം എന്ത് വരും? 1 by epsilon 0 എവിടെ വരുന്നുണ്ടോ ആ സ്ഥാനത്തെല്ലാം എന്ത് വരും? mu 0. mu 0 വരുന്നു. mu 0യുടെ പേരാണ് mu 0 എന്ന് പറയുന്നത് Permeability. ഫ്രീ സ്പേസ് ആണ്. ഓക്കെ, mu 0 എന്ന് പറഞ്ഞാൽ 4 pi എന്റെ വാല്യൂ ആണ്. 4 pi into 10 raised to -7 ടെസ്ല മീറ്റർ പെർ ആംപിയർ. ഇതാണ് അതിന്റെ വാല്യൂ. ഇനി മറക്കരുത്, എപ്സിലോൺ 0 വാല്യൂ എത്രയായിരുന്നു? എപ്സിലോൺ 0യുടെ വാല്യൂ എത്രയായിരുന്നു? 9 into 10 raised to 9. 1 by 4 pi epsilon 0 ആണ് 9 into 10 raised to 9. എപ്സിലോൺ 0യുടെ വാല്യൂ 8.85 into 10 raised to -4 കൂളംബ് സ്ക്വയർ പെർ -12 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. അതിന് പകരം ഇവിടെ mu 0 എന്ന് പറഞ്ഞാൽ 4 pi into 10 raised to -7 ടെസ്ല മീറ്റർ പെർ ആംപിയർ. ഇതാണ് അതിന്റെ യൂണിറ്റ്. അതിന്റെ പേരെന്താണെന്ന് പറഞ്ഞത്? ഇതിന്റെ പേരെന്താണ്? permeability of പെർമിയബിലിറ്റി. എന്താണ്? permeability of free space. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് വരച്ച വേഗം, തെറ്റിക്കാതെ വരയ്ക്കും, വേഗം വരയ്ക്കും. വേഗം വരയ്ക്കുക.
കഴിഞ്ഞോ? Ah. ഓക്കെ, ഇനി അതിന്റെ താഴെ എഴുതുക. This law is used to find this law is used to find this law is used to find magnetic field around magnetic field around magnetic field around a current carrying magnetic field around a current carrying conductor. Magnetic field around a current carrying conductor. Next paragraph. Consider a conductor XY. Consider a conductor XY. Consider a conductor XY of I ampere current is flowing through it. Of I ampere current is flowing through it. AB is the small section of the conductor of length dl. AB is the small section. AB is the small section of the conductor. AB is the small section of the conductor of length dl and the center O full stop, center O full stop. Let P be a point. Let P be a point. Let P be a point at a distance. Let P be a point at a distance R from O. At a distance R from O. Here theta be the angle between current carrying DL and R. IDL and R. Let theta be the angle between IDL and R. വീണ്ടും നെക്സ്റ്റ് പാരഗ്രാഫ്. ദ സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. വീണ്ടും അടുത്ത പാരഗ്രാഫ് ആക്കി എഴുതാം. ദ സ്മോൾ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. The small amount of magnetic field. The small amount of magnetic field produced at P due to current carrying DL can be concluded as dB proportional to IDL sin theta by R square. dB
dV proportional to ideal sin theta by r square. dV proportional to ideal sin theta by r square. Or dB is equal to k into ideal sin theta by r square. dB is equal to k into ideal sin theta by r square, where k is equal to mu 0 by 4 pi. എന്നിട്ട് ബോക്സിനകത്ത് എഴുതുക dB is equal to, ഇത് ഇമ്പോർട്ടന്റ് ആണ്, dB is equal to mu 0 by 4 pi ideal sin theta, അതിന്റെ ബോക്സിനകത്ത് എഴുതുക dB is equal to mu 0 by 4 pi ideal sin theta by r square. dB is equal to mu 0 by 4 pi ideal sin theta by r square, where mu 0 is called permeability of free space. Underline here, permeability of free space. Permeability of free space. Permeability of free space, and its value is എഴുതിയെടുക്കുക 4 pi into 10 raised to minus 7. Mu 0 is equal to 4 pi into 10 raised to minus 7 Tesla meter per ampere. ഇതങ്ങനെ ഉണ്ട് ഇല്ലോ, ഇത്രേ ഉള്ളൂ. ഇനി ഒരു വെക്ടർ ഫോം ഉണ്ട്, അത് അടുത്ത ക്ലാസ് നമുക്ക് എടുക്കാം. 11 മണിയായില്ലേ, ഒരു വെക്ടർ ഫോം ഉണ്ട്. എങ്ങനെയുണ്ട് ഇത്? രസമുണ്ട് പഠിക്കാൻ ചാപ്റ്റർ? ഓക്കെ, അത് ഞാൻ സ്ലോയിൽ എടുത്തിട്ട് നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോകണം. നിങ്ങൾ 1ാം ക്ലാസ്സിലല്ല പഠിക്കുന്നത്, കുറച്ചുകൂടെ സ്പീഡിൽ പോകണം. ഞാൻ ഇപ്പൊ നമുക്ക് നെറ്റിന്റെ ഒന്നിൽ പ്രോബ്ലം ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ്. നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോയാൽ നമുക്ക് വേഗം ചാപ്റ്റർ തീരുള്ളൂ. വേഗം ചാപ്റ്റർ തീർന്നാൽ നമുക്ക് പ്രിപ്പറേഷൻ ഒക്കെ വളരെ വേഗമാക്കാൻ കഴിയുള്ളൂ. അതിന് നിങ്ങൾ എപ്പോഴും കുറച്ചുകൂടെ സ്പീഡിൽ പോകണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇത് മാത്രമായിട്ട് 3 മാർക്കിന്റെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും കാര്യങ്ങൾ മാത്രം 3 മാർക്കിന് ചോദിക്കുന്നതാണ്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ 2 പഠിക്കാനുണ്ട്, അതുകൂടെ ചേർത്തിട്ടാണ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി, വളരെ വേഗം നമുക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഞാൻ എങ്ങനെ ഇനി നോട്ട്സ് തന്നു പോകുന്നതാണോ നല്ലത്, അതോ ഞാൻ നോട്ട്സ് വേറെ ഇട്ട് തരുന്നതാണോ അല്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നിങ്ങള് അത് നിങ്ങള് സാറിനോട് അഭിപ്രായം പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് എങ്ങനെ വേണേലും പഠിപ്പിക്കാം, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഉണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോ ഇപ്പൊ കാണിച്ചില്ലെന്നേ ഉള്ളൂ. വീഡിയോ ഉണ്ട്, ഈ ചാപ്റ്ററിന്റെ വീഡിയോ ഉണ്ട്, അതുകൂടെ കാണിക്കാം എന്റെ കൂടെ കേട്ടോ. വീഡിയോ ഉണ്ട്, പിന്നെ എന്താണ് പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഉണ്ട്. ഒരു പ്രശ്നമില്ല, നമുക്ക് ആ രീതിയിൽ നമ്മളെ സ്ലോയിൽ നമുക്ക് പോകാം. എന്നാലും നമുക്ക് കുറച്ച് സ്പീഡ് ആവണം. നമുക്ക് സ്പീഡ് പോയെങ്കിൽ മാത്രമേ ചാപ്റ്റർ തീരുള്ളൂ വേഗം. ഇത് വലിയ ലെങ്തി ചാപ്റ്റർ ആണ്. ഈ 4 എടുത്തു കഴിയുമ്പോൾ തന്നെ നല്ല ഉണ്ട്, ശരിക്കും നോട്ട്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പൊ 11 മണി ആയില്ലേ? ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം, കറക്റ്റ് ആയിട്ട് നോട്ട്സ് എഴുതണം. എല്ലാവരും പ്രോബ്ലം ചെയ്യിക്കുന്നുണ്ട്, ആ പ്രോബ്ലം ചെയ്യിക്കുന്നത് കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, സെപ്പറേറ്റ് ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു സർ.